അന്വേഷണത്തിന്, ഉറന്ന പഠനത്തിന് എല്ലാം നിമിത്തമാകുന്ന നിങ്ങളുടെ ഇതേപോലെയുള്ള സംശയങ്ങൾ ഇവിടുന്ന് മാത്രമല്ല, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ചോദിക്കാൻ സന്നദ്ധത കാണിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് ബ്രഹ്മകുമാരി അനില. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ കൊല്ലം ശാഖയിലെ ആധ്യാത്മിക ക്ലാസുകൾ എടുക്കുന്ന ടീച്ചറാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്ന് പറഞ്ഞല്ലോ. ശാന്തി, സ്നേഹം എന്ന രണ്ട് വാക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണല്ലോ. അതിനാൽ നമ്മൾ ഓരോരുത്തരും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബമായി വർദ്ധിക്കാൻ അള്ളാഹു എന്നും യഹോവ എന്നും ശിവനെന്നും ഒക്കെ വിളിക്കുന്ന ആ ഒരു ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ, ഈശ്വരൻ മംഗളകാരിയാണ്, ദയാഹൃദയനാണ് എന്ന് പറഞ്ഞു ആ സർവേശ്വരനെ നമ്മുടെ എല്ലാവരുടെയും പരമപിതാവായി, റൂഹിന്റെ രക്ഷകനായി നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യരാശി ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയില്ലേ? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബഹുമാന്യയായ പ്രജാപിത ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരിയായ സഹോദരിയുടെ ചോദ്യം, ഈശ്വരനെ നമ്മളെല്ലാവരും നമ്മുടെ പരമപിതാവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അതനുസരിച്ചുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലേ എന്ന്. ഇവിടെ ഇസ്ലാമിന് അതിന്റെ ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. രണ്ട് തലങ്ങളിലൂടെയാണ് മനുഷ്യർ മാനവികത എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് സ്രഷ്ടാവിനെ അംഗീകരിക്കുകയും അവന്റെ സൃഷ്ടിയാണ് താൻ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് വഴി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, മനുഷ്യരെ ദൈവം തമ്പുരാൻ ഖുർആനിലൂടെ സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നാം ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്. തീർച്ചയായും നാം ആണ് നിങ്ങളെ എല്ലാം സൃഷ്ടിച്ചത്, ഒരൊറ്റ മാതാവിൽ നിന്നും ഒരൊറ്റ പിതാവിൽ നിന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സഹോദരങ്ങളാണ് അടിസ്ഥാനപരമായി. അത് വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളും പ്രദേശക്കാരും എല്ലാം ആയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ വ്യത്യസ്ത പ്രദേശത്തുകാർ, വ്യത്യസ്ത ദേശക്കാർ, വ്യത്യസ്ത ഗോത്രക്കാരെല്ലാം ആയത് തിരിച്ചറിയാൻ, അല്ലാതെ നിങ്ങൾ ഉന്നതനോ അധമനോ ആകാൻ വേണ്ടിയല്ല. നിങ്ങളിൽ ഔന്നത്യം ആർക്കാണ്? അതുകൂടി ഖുർആൻ പറഞ്ഞു വെച്ചു. നിങ്ങളുടെ ഔന്നത്യം നിങ്ങളുടെ ജന്മത്തിന്റെ പേരിൽ ഔന്നത്യം അവകാശപ്പെടുന്നവർക്കല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ പടച്ചതമ്പുരാന്റെ അടുക്കൽ ഉന്നതൻ എന്നാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ മുതലാളിയോ തൊഴിലാളിയോ വെളുത്തവനോ കറുത്തവനോ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ ഒന്നുമല്ല. മറിച്ച് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വഴി നിങ്ങളുടെ ജീവിതം പരിവർത്തിതമായിട്ടുണ്ടോ? അതാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ പരിവർത്തിതമായിട്ടുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു നിങ്ങൾ ഉന്നതന്മാർ പടച്ചവന്റെ മുന്നിൽ അത്തരം ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സമഗ്രമായി പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ചുരുക്കത്തിൽ ഒന്നാമത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ സ്രഷ്ടാവിന്റെ സൃഷ്ടികളാണ്. അതോടൊപ്പം തന്നെ സ്രഷ്ടാവിന്റെ സൃഷ്ടികളായതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായി ഏകോദര സഹോദരന്മാർ. ഈ സാഹോദര്യം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ അടുത്ത മാർഗം പറയുന്നു. അതെന്താണ്? ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, നിങ്ങൾ മനുഷ്യരെ, ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇനി അടുത്തത് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ മാത്രമാണ്.
എങ്കിലേ നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി പരിവർത്തിപ്പിച്ച് കൃത്യമായി നിങ്ങൾ ജീവിതത്തെ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പരിവർത്തിപ്പിക്കപ്പെട്ടവരായി തീരാൻ നിങ്ങൾ കഴിയും. നിങ്ങളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തപ്പെടണം. അതിന് അവനെ മാത്രം ആരാധിക്കണം. അവനാരാ? ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അവനാരാണ്? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്ത് നിന്ന് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നവൻ, ആ ജലഗണങ്ങൾ ഉപയോഗപ്പെടുത്തി സസ്യലതാദികളെ ഫലമൂലാദികളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, അവനെ നിങ്ങൾ ആരാധിക്കണം. ഈ ആരാധന വഴി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്കിടയിൽ ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ എല്ലാമുള്ള ഒരുപാട് ചൂഷണങ്ങളുണ്ട്. ആ ചൂഷണങ്ങളുടെ മുഴുവനും അടിവേരറുക്കപ്പെടുകയാണ്. അവിടെ എന്റെ സ്രഷ്ടാവും ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ സ്രഷ്ടാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ ഒരു മധ്യവർത്തിയുടെ, ഒരു ഇടയാളന്റെ, ഒരു ശുപാർശക്കാരന്റെ, ഒരു പുരോഹിതന്റെ ഒന്നും കാര്യമില്ല. എന്നെ കൃത്യമായി അറിയുന്ന പടച്ചവന്റെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ആരാധന എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ ഹൃദയം തുറക്കുകയാണ് പടച്ചവന്റെ മുന്നിൽ, എന്നെ സൃഷ്ടിച്ചവന്റെ മുന്നിൽ, എന്നെക്കുറിച്ച് കൃത്യമായി അറിയുന്നവന്റെ മുന്നിൽ. അവിടെ എന്നെപ്പറ്റി എന്നേക്കാളും അറിയുന്നത് എന്നെ സൃഷ്ടിച്ചവനാണല്ലോ. എന്റെ മനസ്സിൽ പിന്നെ ഒരു തിന്മ കടന്നു വരാൻ യാതൊരു സാധ്യതയില്ല. എന്താ കാര്യം? എന്റെ മനസ്സിൽ ഉള്ള വിചാരങ്ങളെപ്പോലും കൃത്യമായി അറിയുന്ന പടച്ചവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരാധനയിലൂടെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം ജീവിതത്തിൽ പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പിന്നെ എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും മനുഷ്യർ മുക്തരാകും. ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആരാധനകൾ നിങ്ങൾ നോക്കുക. ആരാധനകളിൽ അതിന്റെ പ്രാക്ടിക്കൽ എസൻസ്. അതെങ്ങനെയാ? ഇപ്പൊ നമസ്കാരം ഉദാഹരണത്തിന് 5 നേരവും പള്ളിയിൽ വെച്ച് പുരുഷന്മാർ നിർബന്ധമായും സ്ത്രീകൾ കഴിയുമെങ്കിലും നിർവഹിക്കേണ്ട കാര്യമാണ് നമസ്കാരം. പള്ളിയിൽ വെച്ച് അങ്ങനെയാ നിസ്കരിക്കുന്നത്. പിന്നെ എല്ലാവരും ഒരേ ലെവലിൽ. ആരൊക്കെയാണ് അതിലുള്ളത്? എല്ലാവരും. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും വെളുത്തവനും കറുത്തവനും. ആരാണ് ആദ്യം വന്ന് ചെല്ലുന്നത്? അവർക്ക് നേതൃത്വം വഹിക്കുന്നത് ആരാ? നേതൃത്വം വഹിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവരമുള്ളയാൾ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണ്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിലുള്ള സാമൂഹ്യ വിപ്ലവത്തിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, നവോത്ഥാനത്തിന്റെ വിത്തുകൾ കടന്നു വരുന്നത് ഈ ആശയങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഇവിടെ ഇസ്ലാം, ഇവിടെ എന്റെ സഹോദരി ഇവിടെ സൂചിപ്പിച്ച ആ ഒരു പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് കണ്ട് കാണിക്കും. ഇതോടൊപ്പം തന്നെ അടുത്ത എന്താ? സക്കാത്താണ്. ഇത് സക്കാത്ത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കേവലമായ ഒരു ധർമ്മമല്ല, മറിച്ച് എന്റെ സ്വത്ത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സ്വത്ത്, ആ സ്വത്ത് പാവപ്പെട്ടവർ കൊടുക്കണം എന്നല്ല, പാവപ്പെട്ടവൻ അതിൽ റൈറ്റ് ഉണ്ടെന്നാണ്, അവകാശമുണ്ടെന്നാണ്. അതൊരു വല്ലാത്ത ഒരു പ്രയോഗമാണ്. നിന്റെ സ്വത്ത് നിന്നെ ഏൽപ്പിച്ചതാണ് പടച്ചവൻ. നീ അധ്വാനിച്ചതാണ് ശരി, പക്ഷെ നിന്നെക്കാളും അധ്വാനിക്കാൻ കഴിയുന്നവന് നിന്റെ മാതിരി സ്വത്ത് കിട്ടുന്നില്ലല്ലോ. നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരി, പക്ഷേ നിന്നെക്കാളും ബുദ്ധിമാനായ ആളെക്കാളും സ്വത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ. എങ്കിൽ നിന്നെ ഏൽപ്പിച്ചതാണ് പടച്ചവൻ ഈ സ്വത്ത്. അതിന്റെ ഒരു നിശ്ചിത ശതമാനം പാവപ്പെട്ടവൻ്റെതാ, അവന് കൊടുത്തേ പറ്റൂ. ഇവിടെ എന്താന്ന് വെച്ചാൽ, പാവപ്പെട്ടവൻ മുതലാളി, ഞാൻ സ്വത്തുള്ളവൻ അഹങ്കാരി, പാവപ്പെട്ടവൻ അവൻ അധമൻ എന്നുള്ളൊരു ബോധത്തെയാണ് അവിടെ ചികിത്സിക്കുന്നത്. ഇതേപോലെ തന്നെ വ്രതാനുഷ്ഠാനം, ഹജ്ജ് കർമ്മം എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇത് സഹോദരി പറഞ്ഞ ആ മാനവികതാ സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പം പ്രയോഗവൽക്കരിക്കപ്പെടണമെങ്കിൽ സൃഷ്ടാവായ തമ്പുരാൻ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടാൻ അവിടെ അവന് എന്ത് പേര് പിടിക്കുന്നു എന്നതല്ല, പക്ഷെ അവൻ തന്നെയാകണം. നമ്മൾ ആരെങ്കിലും പിടിച്ചിട്ട് അവൻ സൃഷ്ടാവാന്ന് വിചാരിച്ചിട്ട് അവനെ ആരാധിക്കലല്ല, മറിച്ച് സൃഷ്ടാവാകണം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളവനെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ആത്മീയമായ ചങ്ങലക്കെട്ടുകൾ മുഴുവനും പൊട്ടിച്ചെറിയപ്പെടുന്നു. പൗരോഹിത്യത്തിന്റെ ഇടപെടലില്ലാതെ നമ്മളും നമ്മളെ സൃഷ്ടിച്ച നാഥനും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് ആൾ ദൈവങ്ങളും